घर से कोई बाहर ना जा सके. നമസ്കാരം. ആടുജീവിതം, ബെന്യാമൻ്റെ ആടുജീവിതത്തിനെ ആസ്പദമാക്കി ബ്ലസ്സി സാറും പൃഥ്വിരാജ് സുകുമാരൻ, AR റഹ്മാൻ, റസൂൽ പൂക്കുട്ടി, ഒരു പാക്ക് ഓഫ് ലെജൻസ് ചേർന്ന് ആടുജീവിതം ഗോട്ട് ലൈഫ് എന്ന് പറഞ്ഞ ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് 28-ന് വരികയാണ്. ആടുജീവിതം എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ ഒരു നല്ല റീഡറാണ്. അപ്പോൾ പണ്ട് ആടുജീവിതം വന്ന് വായിച്ച ശേഷം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് മനസ്സിനെ സ്പർശിച്ചു പോയ ഒരു നോവലായിരുന്നു, ഒരു റിയൽ ലൈഫ് നോവലായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ വിഷ്വൽസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വിഷ്വലി അത് കാണാനൊരു ട്രീറ്റ് ആയിരിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതൊരു പെയിൻ ആയിരിക്കും. ഒരു മനുഷ്യൻ പ്രവാസത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പെയിൻ ആയിരിക്കും ആടുജീവിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു 30-40 കൊല്ലം മുമ്പ് മുതൽ തന്നെ മലയാളികൾ പ്രവാസത്തിൽ, ഇവിടെ ഫ്ലൈറ്റ് വരുന്നതിന് മുമ്പ് ഉരുവിൽ കയറി വരെ ഗൾഫിൻ്റെ പല ഭാഗത്തെത്തിപ്പെട്ട മലയാളികളുണ്ട്. അവർ ഇന്ന് വാർദ്ധക്യത്തിൽ പല ഓർമ്മകളും പല സ്ഥലത്തും പറയാറുമുണ്ട്. പ്രവാസത്തിൽ ഞാനും ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അടുത്ത കാലത്താണെങ്കിലും ഇന്ന് ലക്ഷറിയസ് ഗൾഫാണല്ലോ, അന്ന് അങ്ങനെ അല്ലായിരുന്നു. നജീബ് എന്ന കഥാപാത്രം അവിടെ എത്തിപ്പെടുന്നതും എന്തൊക്കെയോ പ്രതീക്ഷകളോടുകൂടി ഒരു കുടുംബത്തിനെ ഉപേക്ഷിച്ച് ഗൾഫിലെത്തി. അവിടെ ചെന്നിട്ട് പിന്നെ മരുഭൂമികളുടെ ഏതോ കോണിലോട്ട് എത്തിപ്പെട്ട് ആടുകളെ നോക്കി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോയി പിന്നെ ആടിനെ പോലായി മാറുന്ന ഒരാളുടെ ഒരു കഥയാണത്. ജീവിതത്തിൽ പലതും പുള്ളി ആ സോളിറ്റ്യൂഡിൽ, ആ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടാവും. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പാമ്പുകൾ ഒരുപാടുള്ള ഡെസേർട്ട് ഏരിയയിൽ പാമ്പുകളുടെ കടിയേക്കാൻ വേണ്ടിയിട്ട് തറയിൽ കിടന്നിട്ടുണ്ട്. പക്ഷെ പുള്ളി മരിച്ചില്ല. പുള്ളിക്ക് വേറൊരു വിധിയായിരുന്നു. ഒരു ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് പറയുന്നത് പോലെ ആ മരുഭൂമി താണ്ടി നാട്ടിലേക്ക് വീണ്ടും കുടുംബത്തിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്ന, അവസാനം അത് സക്സീഡ് ചെയ്ത് നാട്ടിൽ തന്നെ എത്തിയ നജീബിൻ്റെ കഥ വളരെ, അത് കാണാൻ ശരിക്കും പറഞ്ഞാലൊരു ഉള്ളിൽ നിന്നൊരു വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. എത്ര ക്വാളിറ്റി ആയിട്ടായിരിക്കും അത് പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് കാണാനായിട്ട്. അതിനകത്തൊരു കോൺഫിഡൻസ്, വിഷ്വലി ഒരു കോൺഫിഡൻസ് ഒരുപാട് മുകളിലായതുകൊണ്ടായിരിക്കും ഒരു ലെജൻഡറി ഡയറക്ടർ പത്മരാജൻ സാറിൻ്റെ അസോസിയേറ്റായിട്ട് മലയാള സിനിമയിലെ മറ്റൊരു ലെജൻഡായി മാറിയ ബ്ലസ്സി സാറ് 16 വർഷം ഈ പടത്തിന് വേണ്ടി വേറൊരു പടത്തിലും ഡെഡിക്കേറ്റ് ചെയ്യാതെ ഇതിന് വേണ്ടി മാത്രം നിന്നു. ഇറ്റ്സ് നോട്ട് സോ ഈസി. 16 വർഷമാണ് നിന്നത്. അതേപോലെ അതിനുവേണ്ടി ഒരു ആക്ടർ 31 കിലോയാണ് കുറച്ചത്. നമ്മൾ പലതരത്തിൽ ഇന്ത്യയിൽ പല ആക്ടേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബോഡി വയ്ക്കുന്ന, ബോഡി ബിൽഡിങ് ചെയ്യുന്ന, മസിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്, വെയിറ്റ് കട്ട് ചെയ്യുന്നത്, അങ്ങനെ അല്ല ഇതിനകത്ത് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുന്നതും ആഹാരം ഇല്ലാതെ കിടക്കുന്നതും കൺവിൻസിങ് ആവുന്ന ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബെയർ. അയാൾ വളരെ എന്താ പറയുക, ഒരു പട്ടിണിയുടെ രൂപത്തിലോട്ട് എത്തണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. 31 കിലോ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. രാജുചേട്ടൻ അതിനകത്ത് എടുത്ത എഫേർട്ട്, എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു സീന് ഡെഫിനറ്റ്ലി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുള്ളിയുടെ ശരീരം കാണിച്ച് റിവീൽ ചെയ്യുന്ന, അത് കണ്ട് പ്രേക്ഷകർക്ക് ആ ലൈഫിൻ്റെ പെയിൻ കംപ്ലീറ്റ് ആയിട്ട് സ്ക്രീനിൽ കണ്ണ് നനയാൻ സാധ്യതയുള്ള ഒരു സീൻ അതിനുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മലയാളികൾക്ക് പ്രവാസം എന്ന് പറയുന്നതൊരു ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന സാധനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ 30-40 കൊല്ലമായിട്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നുള്ള വരുമാനത്തിലാണ് ചില സമയത്ത് കേരളം സർവൈവ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് പലതരത്തിൽ ആടുജീവിതം ഗൾഫിലുണ്ട്. ആടിനെ നോക്കുന്നത് മാത്രമല്ല, ആടുജീവിതം എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ലൈഫും അവിടുത്തെ ഒരു ഹൈ സ്ട്രഗിളും ഇവിടുത്തെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവരവിടെ പോയി പെടുന്നതും ട്രാപ്പിലാവുന്നതും അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതും എല്ലാം സോർട്ട് ഓഫ് ആടുജീവിതമാണ്. സോ മലയാളത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് ചിലപ്പോൾ ഓസ്കാർ വരെ എത്തിപ്പെടാൻ സാധ്യതയുള്ളൊരു പടമായിട്ടാണ് ഞാനിതിനെ വിശ്വസിക്കുന്നത്.
അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും റൊമാൻസാരൊന്നും ഒറ്റ കോളിൽ ഇതിൽ കൺവിൻസ് ആവുകയും ഇതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയും ഈ പടത്തിന് വേണ്ടി മാത്രമായിട്ട് പുള്ളി സ്വന്തം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയും പ്രൊമോ വീഡിയോസ് ചെയ്യുകയും പുള്ളി അത്രയും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു ഓസ്കാർ മെറ്റീരിയൽ ആവാനുള്ള സാധ്യതയുണ്ട്. മലയാളത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് ചിലപ്പോൾ ഓസ്കാർ വേദിയിൽ പോയി ഒരു ഗോൾഡൻ കപ്പ് കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആവട്ടെ. നിങ്ങൾ ഓരോരുത്തരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. എൻ്റർടൈൻമെൻ്റ് അല്ല, എൻ്റർടൈൻമെൻറ്റ് ഓക്കെ, സിനിമ എൻ്റർടൈനിങ് ഫാക്ടറാണ്. പക്ഷേ മനസ്സിൻ്റെ ഓരോ നൊമ്പരങ്ങളും ഇമോഷൻസും സിനിമയ്ക്ക് ക്യാരി ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി സിനിമ എന്ന് പറഞ്ഞ മീഡിയത്തിനുണ്ട്. ആ മീഡിയത്തിനെ ആ ഒരു ഇമോഷണൽ ട്രാക്കിൽ ഇത് ഓരോരുത്തരും കാണേണ്ട പടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും വലിയൊരു എഫേർട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ഓരോരുത്തരും തിയേറ്ററിൽ പോയി കാണണം. മച്ച് അവൈറ്റഡ് മൂവി, മച്ച് എക്സ്പെക്റ്റഡ് മൂവി, a pack of legends coming together for creating a benchmark movie for Malayalam film industry, and I think it will happen. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ട്രഗിൾ കഴിഞ്ഞിട്ടും പണ്ട് നമ്മൾ പറയും പെട്ടിയിലിരിക്കുന്ന പടം ഇറങ്ങിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമൊക്കെ നെഗറ്റീവായിട്ട് പറയാറുണ്ട്. പക്ഷേ ഇത് പെട്ടിയിൽ 16 വർഷം ഇരുന്നിട്ടും പൊളിയായിട്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് നമ്പേഴ്സായിട്ട് യൂട്യൂബിൽ തന്നെ കാണാനുമുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതെല്ലാ കൺവെൻഷണൽ പാറ്റേൺസിനെയും തിയറീസിനെയും ബ്രേക്ക് ചെയ്ത് ഇറ്റ് വിൽ ഗോ നെക്സ്റ്റ് ലെവൽ. അതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആവട്ടെ. ട്രെയിലർ കണ്ടിട്ടും ആ ഹോപ്പ് ഭയങ്കരമാണ്. സാധാരണ യൂട്യൂബിൽ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് യൂട്യൂബ് നമ്മളിവിടെ എടുക്കുമ്പോൾ കുറച്ച് യൂട്യൂബാണ് കമ്പാരിറ്റീവ്ലി ബാക്കി പ്ലാറ്റ്ഫോംസിനെ അപേക്ഷിച്ച് സൗണ്ട് ലെവൽ കുറച്ച് ചാനൽസൊക്കെ കറക്റ്റായിട്ട് കിട്ടാത്തത്. പക്ഷേ യൂട്യൂബിൽ പോലും ഇതിൻ്റെ സൗണ്ട് ലെവൽ ഭയങ്കരമായിരുന്നു. അടിപൊളി പരിപാടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ഇത് അടിപൊളിയായിരിക്കും. നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. 28-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഇതിനെ ഒരു സക്സസ്ഫുൾ മൂവി ആക്കുക. ഡെഫിനറ്റ്ലി അതൊരു ക്ലാസിക് ആയിരിക്കും, പക്ഷേ അതിനെ തിയേറ്ററിക്കലി സക്സസ്ഫുൾ ആക്കാൻ നോക്കുക. സോ കണ്ണൻ സൈനിങ് ഓഫ് ഫ്രം ക്ലബ് ക്യാൻസ്ബർഗ്.